ഓണക്കാലം അതിൻ്റെ ആഘോഷങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. പക്ഷേ ഓണസദ്യയ്ക്ക് ചെലവേറുമെന്ന റിപ്പോർട്ട് വരുന്നു. ഓണം അടുത്തതോടെ വിപണിയിൽ വില കുതിച്ചുയരുകയാണ്. ഒരു വാഴയിലയ്ക്ക് 20 രൂപ വരെയാണ് വില. പൊതുവിപണിയിൽ 1 കിലോ ഞാലിപ്പൂവൻ പഴത്തിന് 100 രൂപ കടന്നു. ഓണക്കാലമാണ്, ഒപ്പം വിവാഹ സീസണും. പച്ചക്കറികൾക്കെല്ലാം തീ വിലയായി കഴിഞ്ഞു. എന്തായാലും സദ്യ പൂർണ്ണമാകണമെങ്കിൽ അതിൽ ഇലയും സൈഡിലൊരു പഴവും കൂടി വേണമല്ലോ. എന്തായാലും പഴവിപണിയിലും വിലക്കയറ്റം വലിയ രീതിയിൽ വരികയാണ്. ഓണവിപണിയിൽ ഇത്തവണ വില കൊണ്ട് താരമായിരിക്കുന്നത് വാഴയിലയും ഞാലിപ്പൂവൻ പഴവുമാണ്. മൊത്തവിപണിയിൽ ഞാലിപ്പൂവൻ കിലോ 90 രൂപ കഴിഞ്ഞു. പൊതുവിപണിയിലാണെങ്കിൽ 110 രൂപ വരെയാണ് വില. 2 ആഴ്ച മുൻപ് 60 രൂപയായിരുന്നതാണ് ഇപ്പോൾ കുത്തനെ കൂടിയത്. ഓണ ദിവസങ്ങളിൽ ഇനിയും കൂടും. ഡെസേർട്ട് ഇപ്പോൾ 90 രൂപ, 1 കിലോ 90 രൂപ. വരവ് ഇപ്പോൾ കുറവാണ്, അതാണ്. അല്ലെങ്കിൽ ഒരു 60 രൂപ റേഞ്ചിലാണ് നിന്നത്. ഇപ്പോഴും ഒരു 10, 40, 30 രൂപ കൂടി. ഓണം പ്രമാണിച്ചാണ് ഡിമാൻഡ് കൂടി. കല്യാണങ്ങളുള്ളതുകൊണ്ടാണ് ഡിമാൻഡ്. ഡെസേർട്ട് 88, ഹോൾസെയിലാണ്, ചില്ലറല്ല. കപ്പ 60, വാളയംകുട 33, മോറീസ് 37. ഇപ്പം ഒരാഴ്ച മുമ്പ് 65 ആയിരുന്നു വില നാടൻ കൊലയ്ക്ക്. 10 രൂപയായിരുന്ന വാഴയിലയുടെ വിലയും കുത്തനെ കൂടി. മൊത്തവിപണിയിൽ കഴിഞ്ഞ ദിവസം 20 രൂപ വരെ എത്തി ഒരു വാഴയിലയുടെ വില. അത് ഇനിയും കൂടും. ഓണം പറയാതെ അറിയാൻ പറ്റില്ല. ഓരോ തമിഴ്നാട്ടിൽ നിന്നാണ് സീസൺ അനുസരിച്ച്. അവിടെ വില കൂടുതലാണ്, അവിടെ ചില വെള്ളമാണ്. കല്യാണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മെനഞ്ഞാന്ന് 18, 20 ആയിരുന്നു. വില കൂടുതലാണ് ഇലയ്ക്ക്. ഇന്നലെ 15 ആയിരുന്നു, അതിന് തലേ ദിവസം 20 ആയിരുന്നു. അവിടെ ഈ സീസണാണ്, കല്യാണം അതുപോലുള്ള പരിപാടികൾ നടക്കുകയാണ് അവിടെ. അതുകൊണ്ട് വരാൻ കുറയും, അതിവിടെ വില കയറും. തമിഴ്നാട്ടിൽ നിന്നാണ് വാഴയിലയും പഴവുമെല്ലാം കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിൽ ഓണമാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇത് വിവാഹ സീസണാണ്. അതിനാൽ തമിഴ്നാട്ടിൽ ആവശ്യക്കാർ വർദ്ധിച്ചതാണ് വില വർദ്ധിക്കാൻ കാരണം. ഇത്തവണ സദ്യയിൽ VIP വാഴയില തന്നെയാണ്. ഒരു വാഴയിലയ്ക്ക് 20 രൂപ വരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്. എന്തായാലും ഇന്നത്തെ വില കേട്ട് നാളെ ഈ ഇല വാങ്ങാൻ വരരുത്. നാളെ ചിലപ്പോൾ വില മാറാനും സാധ്യതയുണ്ട്. ക്യാമറമാൻ സന്തോഷ് ചേകവർക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വെളിച്ചെണ്ണയോടുള്ള മത്സരത്തിലാണെന്ന് തോന്നുന്നു നമ്മുടെ സദ്യ വിഭവങ്ങളും അതിലേക്കുള്ള ഓരോ കൂട്ടുകളും പച്ചക്കറികളും ഒക്കെ. ഏതായാലും ഇല തന്നെയാണ് ഇത്തവണ വലിയവനെന്ന് പറയുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ. ഏതായാലും വില എന്തെങ്കിലും സാഹചര്യത്തിൽ അടുത്ത 2-3 ദിവസങ്ങളുണ്ട് കുറയാനൊരു വഴി ഉണ്ടാവട്ടെ. അങ്ങനെ ഈ സദ്യക്ക് കനം കൂടാതിരിക്കട്ടെ, പണക്കനം.